ഡീസലാണ്. ഇതിന് മൈലേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18-20 ലെവലിൽ മൈലേജ് കിട്ടും. ക്ലെയിമോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. സീറ്റ് കവർ, ടയേഴ്സ്, സെറ്റ് കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് ഉഷാറാക്കിയിട്ടുണ്ട് അവർ. ഓക്കെ. ലോണ് ആരും കയ്യിൽ പൈസ ഉണ്ടോ ലോൺ ആരും എടുക്കണ്ട. ഇനി കയ്യിൽ എത്ര പൈസ ഉണ്ടോ അത് മൊത്തം ഇറക്കിയതിന് ശേഷം മാത്രം കുറച്ച് ബാക്കി എത്ര ഉണ്ടോ വേണോ അത് ലോൺ എടുത്താൽ മതി. വേണമെങ്കിൽ മാത്രം ഡീസൽ സീറ്റ ബലേനോ നിങ്ങൾക്ക് സ്വന്തമാക്കും. മോഡൽ 2018 പറയാം. ഓക്കെ. വളരെ ലോ മെയിൻ്റനൻസ് ആയിരിക്കും അല്ലേ? മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 10,000 ഇടുമ്പോൾ ഒരു മാക്സിമം ഒരു 3000. കാരണം ഒരു 5 ലിറ്റർ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ കൊടുക്കുന്ന അൾട്ടീസ് ഉണ്ട്. നമ്മൾ 10,000 എടുക്കുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് തരുന്നതാ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാ നമ്മൾ MT ഓട്ടോസിൽ വന്നിരിക്കുകയാണ്. സൊഫോനെ സ്വാഗതം. സുഖമല്ലേ? ഓക്കെ. സൊഫോൻ ഇവിടുത്തെ പാർട്ണറാണ്. അപ്പോൾ എന്താ പറയുക, ഡീസൽ വണ്ടികൾ കൂടുതൽ ലഭിക്കുന്ന ഒരു ഷോറൂമാണ് നമ്മുടെ അഭിപ്രായത്തിൽ അല്ലേ? ഓക്കെ. ഇന്നത്തെ സ്റ്റോക്കിൽ ഡീസൽ വണ്ടികളാണ് കൂടുതലും. നമ്മൾ ഒരു പെട്രോള്, ബാക്കി എല്ലാം ഡീസലാണ്. ഓക്കെ. കോമ്പാക്ട് SUV, സെഡാൻ എല്ലാ കാറ്റഗറിയും ഉണ്ടാവും ഇവിടെ. എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ടാവില്ല. ഒരു ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഒരു 6 ലക്ഷം താഴെ ബഡ്ജറ്റ് വണ്ടികളാണ്. അങ്ങനത്തെ വണ്ടികളാണ് ഇപ്പൊ നിലവിൽ കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന വണ്ടികൾ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. 6 ലക്ഷത്തിൽ താഴെ വരുന്ന ബഡ്ജറ്റുള്ള വാഹനങ്ങളാണ് എല്ലാം തന്നെ. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളുവമ്പ്രാണ്. വള്ളുവമ്പ്രം എന്ന് പറയുമ്പോൾ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ മലപ്പുറം എത്തുന്നതിന് മുന്നേ ആണ് കൊണ്ടോട്ടിൽ നിന്ന് വരണമെങ്കിൽ 10 കിലോമീറ്റർ, മലപ്പുറത്ത് വരണമെങ്കിൽ 10 കിലോമീറ്റർ, മഞ്ചേരി ഭാഗത്ത് വരണമെങ്കിൽ 10 കിലോമീറ്റർ. എല്ലാത്തിനും സെൻറ്ററായിട്ട് വരും വള്ളുവമ്പ്രം. അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വാഹനങ്ങൾ നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്താൽ നമ്മുടെ പുതിയ ആപ്ലിക്കേഷനാണ് മേരാഗാസ്. ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ കാർ വിൽക്കാൻ ഈ നമ്പറിലേക്ക് വിളിക്കാം. ഇവരെ MT ഓട്ടോസിലേക്ക് നിങ്ങൾക്ക് കാണിക്കുന്ന വാഹനങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുന്നത് ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും ഇല്ലാതെ നമുക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് അതും വിട്ടുവരുത്. ഓക്കെ, നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം ഹോണ്ടയുടെ അമേസ് ആണ്. KL 34 രജിസ്ട്രേഷൻ. കോട്ടയം ജില്ലയിലെവിടെയാണ്? കാഞ്ഞിരപ്പള്ളി അല്ലേ? ഓക്കെ. കാഞ്ഞിരപ്പള്ളി രജിസ്ട്രേഷൻ വരുന്ന അമേസ് ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2015 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇപ്പോഴത്തെ ഒരു ഫ്യൂവൽ വില വെച്ച് നോക്കുമ്പോൾ ഇമാതിരി വണ്ടിയെ നടക്കുകയുള്ളൂ. അത് 23-24 ലെവലിൽ ആവറേജ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഡീസൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസ് ഗ്യാരണ്ടി പറഞ്ഞു തരാൻ പറ്റിയ വണ്ടി. റീപ്ലേസ് ഇല്ലാന്നുള്ള ഗ്യാരണ്ടി ഇല്ലാന്ന് പറഞ്ഞു. ഫ്ലഡോ? ഫ്ലഡ് ഓൾറെഡി ഗ്യാരണ്ടി. ഫ്ലഡ്, ടോട്ടൽ ലോസ്, അപ്രോൺ വർക്ക്, ചേസ് ബെൻഡ് അത് ഓൾറെഡി ഗ്യാരണ്ടി ആണ്. നിങ്ങൾ മടക്കി കൊണ്ടുവന്നാൽ ഫുൾ ക്യാഷ് തിരിച്ചു. അതെപ്പോഴും പറയുന്നതാണ് എല്ലാ വീഡിയോയിലും. ഓക്കെ. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ആക്സിഡന്റ് ക്ലെയിം, മേജർ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഓട്ടം എത്ര പോയത്? ഓട്ടം 1,19,000 കാണിക്കണേ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക്, എല്ലാ കാര്യങ്ങളും ഉണ്ട് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് കിടക്കാണ് ഇത്ര കാലമായിട്ടും. അതിൻ്റെ ഒരു വൃത്തി വണ്ടിക്ക് പുറമേ നിന്ന് കാണാനുണ്ട്. ഓക്കെ. ഉള്ളുന്നുണ്ട്. പോയി ഓടിച്ചു നോക്കിയല്ലേ? ജസ്റ്റ് ഓടിച്ചു നോക്കിയിട്ട് പവറും കാര്യങ്ങളും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അടിപൊളിയാണ്. ഞാൻ ആകെ പറഞ്ഞത് ആ സ്റ്റിയറിംഗിന്റെ കുറച്ച് ഇതാണ്. 17 കൈ പിടിച്ചിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മൈലേജ് ഹൈലൈറ്റ് 2015 ഫസ്റ്റ് ഷേപ്പ് അമേസ് ആണ്. ഇപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വർക്കിംഗ് ചെയ്യാത്ത പാർട്സ് ഒന്നുമില്ല. കാരണം മിറർ അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അങ്ങനത്തെ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ACന്റെ ലൈറ്റ് കത്തുന്നില്ല ഉള്ളത്. ഞാനൊരു ഫ്രണ്ടിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കിയതാണ്. ഓക്കെ. ഇപ്പൊ സർവീസ് ചെയ്യണോ? സർവീസ് ചെയ്ത് വെച്ചേക്കാണോ അതോ എടുത്താൽ ചെയ്യണോ പാർട്ടി? അല്ല, എന്തായാലും ഒരു 1 സെക്കൻഡ്സ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ഓയിൽ സർവീസ് ചെയ്യണം. ഓയിൽ സർവീസ് അലൈൻമെന്റ് നമ്മൾ എന്തായാലും പുറത്തേക്ക് ചെയ്യണം. കാരണം പാർട്ടി എന്ന് മാറി നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഒരു ഓയിൽ സർവീസ്, ഒരു അലൈൻമെന്റ് എന്തായാലും എല്ലാ സെക്കൻഡ്സ് വണ്ടി എടുക്കാൻ ചെയ്യണം. മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യാം വണ്ടി. ആരെങ്കിലും കണ്ടുപെടാത്തൊരു കാര്യം നിങ്ങളെ കണ്ടുപെട്ടാൽ, അതുകൊണ്ടാണ് എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ എവിടുന്നായാലും ഏത് ഷോറൂമിൽ നമ്മൾ എവിടുന്നായാലും എടുത്താലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. കാരണം നിങ്ങളുടെ സൈഡിൽ കൂടെ നോക്കിയാൽ നമ്മളെ കണ്ടുപെടാത്തത് നിങ്ങളെ കണ്ടുപെട്ടേക്കാം. ഇതെത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 4.30 ഒരു 4.15, 4.20 ഫൈനൽ ചെയ്യാം. 4,20,000 ലക്ഷം വരെ ലോണും ആക്കാം നമുക്ക്. ഓക്കെ. 4,20,000 ഫൈനൽ റേറ്റ് ആണ്. 20,000 കണ്ട് ഇറക്കാൻ പറ്റും. 4 ലക്ഷം വരെ ലോൺ കിട്ടും. 2015 ഡീസൽ S ഓപ്ഷൻ, മിഡിൽ ഓപ്ഷൻ അമേസ് ആണ്. ഓക്കെ. 20,000 ഇറക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ബ്രസ വന്നു. KL 41 രജിസ്ട്രേഷൻ, ആലുവ രജിസ്ട്രേഷൻ വാഹനമാണ് പറഞ്ഞത്. ഇത് 2016 വണ്ടിയാണ്. VDI പ്ലസ് ആകുമ്പോൾ 2 എയർ ബാഗ് വരും. കോ ഡ്രൈവർക്കും എയർ ബാഗും, ഡ്രൈവർക്കും എയർ ബാഗ്. അതുപോലെ തന്നെ അലൈവ്സും കമ്പനി വരുന്നതാണ്. ഓക്കെ.
പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഡീസൽ തന്നെയല്ല? അങ്ങനെ ഡീസൽ വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി വരുന്നുണ്ട്. ക്ലെയിമോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. 2016. ഓട്ടം എത്ര പോയി? ഓട്ടം 1:30. 1,30,000 ഓടിയ ബ്രസ്സയാണ്. പഴയൊരു ബെൻസ് തോന്നുന്നു. ബ്രസ്സയാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വാഹനമാണ് അല്ലേ? ഏകദേശം മൈലേജ് 18-20 ലെവലിൽ എന്തായാലും മൈലേജ് നമുക്ക്. നിലവിൽ എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ പണിയോ എന്തെങ്കിലും ഉണ്ടോ? നിലവിൽ കണ്ടീഷൻ അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം തീർത്തിട്ട് നമ്മൾ ഷോറൂമിൽ കയറ്റുള്ളൂ. മേജർ ഇഷ്യൂകൾ എന്തെങ്കിലും ഒന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ 6.40 ചോദിക്കുന്നത്. ഒരു 6.25 ലെവലൊക്കെ ചെയ്ത് കൊടുക്കാം. 6,25,000. 2016 ബ്രസ്സ, 1,30,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വാഹനം. ഡീസൽ ഏതോ ഓപ്ഷൻ ഇത്? VDI പ്ലസ്. VDI പ്ലസ് 2 എയർ ബാഗ് വരുന്ന വാഹനം. സോറി, ലോൺ എത്ര കയറും? ലോണ് നല്ല പ്രൊഫൈലും 750 സിവിൽ സ്കോറും 1 ഇയർ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 6 റുപ്യ വരെ നമുക്ക് കയറ്റാം. 6 ലക്ഷം വരെ ലോൺ കിട്ടും. 6 ലക്ഷം വരെ കിട്ടും. 6 ലക്ഷം വരെ കയറ്റാം. അടുത്ത ഹ്യുണ്ടായി i20 KL 41. ഇതും ആലുവ തന്നെ. ഇത് 2015 വണ്ടി. ആസ്ട്ര വണ്ടി. ഡീസൽ വേരിയന്റ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 15 ആസ്റ്റ. ഫുൾ ഓപ്ഷൻ. ഓക്കെ, അന്നത്തെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നിലവിൽ ഈ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും വർക്കിംഗുമാണ്. ഡീസലാണ്. ഇതിന് മൈലേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 18-20 ലെവലിൽ മൈലേജ് കിട്ടും. ക്ലെയിമോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഓട്ടം എത്ര പോയത്? ഓട്ടം 1:18-15 ആ ലെവലിലാണ് കാണിക്കുന്നത്. ഓക്കെ, 1:15-18 ആ റേഞ്ചിലുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാം? ഇത് ഞാൻ ചോദിക്കുന്നത് 5.40 ഒരു 5.15 5.20 ലെവലിൽ കൊടുക്കാൻ കഴിയും. 2015 അവർ അല്ലേ? 2016. ഓക്കെ, ലോണും പറഞ്ഞ മാതിരി ഇത് 5 ലക്ഷം വരെയൊക്കെ ഇതും ചെയ്യാം. 5.20 ഫൈനലാക്കാം. 5.20 ഫൈനൽ. അപ്പോൾ 20,000 കണ്ട ഒരു ഡീസൽ i20 കൊണ്ടുപോകാം. നിലവിൽ ഇതിലും പണിയോ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും? നിലവിൽ മേജർ പണികളോ കംപ്ലൈൻസോ ഒന്നും ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. സ്വിഫ്റ്റ് ഡിസയർ KL 53. അല്ല, 31. സോറി, രജിസ്ട്രേഷൻ വരുന്ന വാഹനം. സെഡാൻ പോലെ നേരത്തെ കണ്ട അമേസ് പോലെ തന്നെയുള്ളൊരു വാഹനമാണ്. പറഞ്ഞോളൂ. ഇത് 2013 വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 1,10,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉണ്ട്. മേജർ ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടി. ഏത് ഓപ്ഷൻ? VXI പെട്രോൾ വേരിയന്റ് ആണ്. ഇതാണ് പെട്രോൾ വണ്ടി? ഒരേ ഒരു പെട്രോൾ വണ്ടി അല്ല, ഇനി ഒന്നുകൂടി ഒരു വാഗണറും കൂടി ഉണ്ടല്ലോ. ഓക്കെ, എന്തായാലും പെട്രോൾ ഇനിയും വരാണ്ട്. ഇത് മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. AC, പവർ സ്റ്റിയറിംഗ്, ഫോർഡോ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരും. അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഓവറോൾ കണ്ടീഷനാണ്. ഫ്രണ്ടിൽ കുഴപ്പമില്ലാത്ത ടയേഴ്സാണ്. പുറകിൽ ആവറേജ് ഉള്ളൂ. ഒരു ക്ലെയിമും ഇല്ലല്ലോ? മേജർ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 3,65,000 രൂപയാണ്. 2013 VXI പെട്രോൾ സ്വിഫ്റ്റ് ആണ്. സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഒരു 12-16 വരെയൊക്കെ മൈലേജ്. 16-18 ആ ലെവലിൽ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം. 16 വേണ്ട കിട്ടുമോ? വേണ്ടൊന്നും കിട്ടുമല്ലോ. 18 ഹൈവേ റേഞ്ച് സാധനത്തിന് മൈലേജ് കിട്ടും. അത് ശരി. ഇത് ഓടിക്കുന്നവർക്ക് ഇത് മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോളിന് ഓടിക്കാത്തവർക്കാണ് ഇത് മൈലേജ് കിട്ടാത്തത്. ഓടിക്കണം. വണ്ടി വെച്ചോണ്ടെന്നിട്ട് കാര്യമില്ല, ഓടിക്കണം. ഓടിച്ചാലേ വണ്ടി കറക്റ്റ്. അവർ പറയുന്നവർക്ക് എന്തും പറയാം, മൈലേജ് ഇല്ല മറ്റില്ലാതെ. പക്ഷെ ഓടിക്കുന്നവർക്ക് ഇത് മൈലേജ് ഉണ്ട്, ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും ഒരു 12 മുതൽ 16 വരെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ലോൺ എത്ര കയറും? ഒരു 3 ലക്ഷം വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതാ ഒരു സ്വിഫ്റ്റ് ആണ്. KL 28 രജിസ്ട്രേഷനുള്ള സ്വിഫ്റ്റ്. ഇതും ഡീസൽ. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2013 വണ്ടിയാണ്. 3ാമത്തെ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടി. VDI വണ്ടി. ഇതിനും റീപ്ലേസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു തരാം. സ്റ്റിയറിംഗ് എല്ലാം, സീറ്റ് കവർ, അലോയ്സ്, ടയറെല്ലാം ഏകദേശം ഒരു 80% നമുക്ക് പ്രതീക്ഷിക്കാം. സീറ്റ് കവർ നല്ല അഡീഷണൽ മാറ്റി ചെയ്തിട്ടുണ്ട്. അലോയ്സ് മാറ്റി ചെയ്തിട്ടുണ്ട്. അലോയ്സ് വരുമല്ല, VDIയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും? മേജർ ക്ലെയിം കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഇത് ഞാനൊരു 4 വർഷം മുന്നേ നമ്മൾ ഷോറൂം തുടങ്ങി അന്ന് വിറ്റതാ. അവർ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കൊടുത്ത് അവന് പിന്നെ ഇവിടെ നല്ല റിഡ്സ് ഒരു നല്ലൊരു കളർ വന്നപ്പോൾ അവനത് വേണം പറഞ്ഞ് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കണം? 3.65 ഒരു 3.5 ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 3,50,000 രൂപയ്ക്ക് 2013 VDI ഡീസൽ സ്വിഫ്റ്റ് ആണ്. ഒരു 3 ലക്ഷത്തിൻ്റെ മുകളിൽ ലോൺ കിട്ടും. 3 ലക്ഷം എന്തായാലും കിട്ടും. ഓക്കെ, ലോണ് ആരും കയ്യിൽ പൈസ ഉണ്ടോ? ലോൺ ആരും എടുക്കണ്ട. ഇനി കയ്യിൽ എത്ര പൈസ ഉണ്ടോ അത് മൊത്തം ഇറക്കിയതിന് ശേഷം മാത്രം കുറച്ച് ബാക്കി എത്ര ഉണ്ടോ വേണോ അത് ലോൺ എടുത്താൽ മതി. വേണമെങ്കിൽ മാത്രം എടുക്കാൻ ആരും മാക്സിമം ക്യാഷ് കൊടുക്കുക, ഒഴിവാക്കുക. ക്യാഷ് തന്നെ കൊടുത്തിട്ട് എടുക്കുക. വല്ല ഗോൾഡോ മറ്റോ വെച്ച് ലോൺ എടുക്കുക. അതാകുമ്പോൾ ഇത്ര ഇൻട്രസ്റ്റ് വരില്ല. ഇത് അത്യാവശ്യം ഇൻട്രസ്റ്റ് വരും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ തിരിച്ചടവിനുള്ള ഇതും കൂടി കണ്ടിട്ട് നമ്മൾ എടുക്കാവൂ. അത്രയേ ഉള്ളൂ.
എന്തായാലും ഒരു 10-50,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റിയൊരു വാഹനമാണ്. ഇതേ ഒരു വണ്ടി നമുക്ക് ഒന്നുകൂടി സ്റ്റോക്ക് വരാണ്ട് 13 വണ്ടിയാണ്. അലോയ്സും ടയറും ഫുൾ കാർഡ് ടയറൊക്കെ വരുന്ന വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടി, വൈറ്റ് വണ്ടിയാണ്. വൈറ്റ് വണ്ടിയവർക്ക് അതും നമുക്ക് ചെയ്യാൻ കഴിയും. വണ്ടി പോളിഷിങ്ങിലാണ്. സെയിം റേറ്റ് ആണ്. സെയിം റേറ്റ്. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ. നല്ല മൈലേജ് ഉള്ളൊരു വണ്ടിയാണ്. 20 above മൈലേജ്. 20. അടുത്ത വാഗണർ വന്നു. ഇത് പെട്രോൾ ഡീസലും ചോദിക്കേണ്ട കാര്യമില്ല, പെട്രോൾ ഇറങ്ങിയിട്ടുള്ളൂ. വാഗണർ പെട്രോൾ KL 51 രജിസ്റ്റർ, പാലക്കാട് വണ്ടി. പറഞ്ഞു. ഇത് 2018 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഏകദേശം 89,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. മെയിൻ ക്ലാസ് വണ്ടിക്ക് റീപ്ലേസ് ഉണ്ട്. അത് മട്ടൽ വീടാണ്. അതിന്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട്. പാർട്ടി ക്ലെയിം ചെയ്ത് കൊടുക്കാൻ പോയപ്പോൾ ആ ഫോട്ടോ എടുത്ത് വെച്ച് നമുക്ക് നന്നപ്പോൾ കാണിച്ചു തന്നെ. അത് നമ്മുടെ കയ്യിലുണ്ട്, കാണിച്ചു കൊടുക്കാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. 4 പുത്തൻ ടയറാണ് ചെയ്തിട്ടുള്ളത്. VX വേരിയന്റ്. സെക്കൻഡ് ചാവി എല്ലാ കാര്യങ്ങളും എല്ലാവരും റെഡിയിലുണ്ട്. ഓക്കെ, നല്ലൊരു അടിപൊളി വാഹനമാണ്. പെട്രോൾ മൈലേജ് ഒരു 13 to 16, 17 വരെയൊക്കെ. 70 വരെ പ്രതീക്ഷിക്കാം നമുക്ക്. 17 വരെയൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 4.5 ലക്ഷമാണ്. ഒരു 4.15, 4.10 ലെവലിലൊക്കെ ഫൈനൽ ചെയ്ത് കൊടുക്കാം. 2016 18 ഓക്കെ. 2018 4,25,000 VXi സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. ഓട്ടോ എത്ര പോയി? 89,000. ലോൺ എത്ര കയറും? ലോൺ എനിക്ക് തോന്നുന്നത് ഒരു 4 ലക്ഷം അല്ലെങ്കിൽ 3.25 ലക്ഷം വരെ ലോൺ കിട്ടും. അത്രയും കിട്ടും മാക്സിമം ലോൺ ആക്കാം. ഈ പറഞ്ഞ വില ഫൈനലല്ല? ഏതാത് ഫൈനല. അടുത്ത റിറ്റ്സ് ആണ്. ഇതും ഡീസൽ വാഹനം, KL 10 മലപ്പുറം രജിസ്ട്രേഷനിൽ റീ ആയതാണോ അതോ ഒറിജിനലോ? ഒറിജിനൽ കേരള. ഈ വണ്ടി ഇന്ന് കണ്ടെത്തില്ല. ഇല്ല. ഓക്കെ, പറയുള്ളൂ. എങ്ങനെയാ? ഇത് 2014 വണ്ടി, മലപ്പുറം വണ്ടിയായിരുന്നു. നമ്മളിവിടെ ഷോറൂമിൽ നിന്ന് എൻ്റെ വീഡിയോ കണ്ട് കാസർഗോഡ് പോയ വണ്ടിയാണ്. അവിടുത്തെ വലിയ വണ്ടി അല്ല. അപ്പൊ അവര് ഒരു ഐക്രോസ് ഒരു എക്സ്ചേഞ്ച് പറഞ്ഞു. ഷോറൂം പറഞ്ഞ വില അവർക്ക് പറ്റിയില്ല. അപ്പൊ നമ്മളെ വിളിച്ച് നമ്മൾ എടുത്ത വണ്ടി തിരിച്ചു വന്നുണ്ട്. ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. എന്റെ വീഡിയോ കണ്ട് കാസർഗോഡ് പോയതാ. നമ്മളെ പ്രഷർ തന്നെയാണ്. ഓക്കെ, ആയിക്കോട്ടെ. ക്ലെയിം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ക്ലൈമോ റീപ്ലേസോ കാര്യമൊന്നുമില്ല. നമ്മൾ കൊണ്ട് കൊടുത്താൽ അതിലായിട്ട് വണ്ടി ഉഷാറാക്കാം. സീറ്റ് കവർ, ടയേഴ്സ്, സെറ്റ് കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് ഉഷാറാക്കിയിട്ടുണ്ട് അവര്. മൈലേജ് ഉണ്ടാവും. സ്വിഫ്റ്റ് മൈലേജ് ഉണ്ട്. ലിമിറ്റഡ് എഡിഷൻ ആണ്. ഡാഷ്ബോർഡ് റെഡിൽ വരുന്ന. അതെ, നോക്കിയ കളർ ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ്. ഡാഷ്ബോർഡ്, സ്റ്റിയറിംഗ്, ഡോർ പാഡ് എല്ലാത്തിലും എല്ലാം റെഡിൽ വരുന്ന റെഡ് ഫിനിഷ് വരും. ഒരു പ്രത്യേക ലുക്കാണ് വണ്ടി കാണാൻ. ഓക്കെ, നല്ലൊരു കളറും. എത്ര കൊടുക്കാത്? ഇത് 3.7 നമ്മൾ ചോദിക്കണേ. ഒരു 55 ലെവലിലേക്ക് നമുക്ക് ഫൈനൽ ചെയ്ത് കൊടുക്കാം. 3,57,000. ഫുൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ടാവും. ഡീസൽ വീഡിയോ റിട്സ് ഇൻഷുറൻസ് ഓൾറെഡി തീർന്ന് കിടക്കണം. നമുക്ക് ഇൻഷുറൻസ് കെട്ടി കൊടുക്കാം. ഫുൾ കവർ. ഓക്കെ, അതും കിട്ടുന്നുണ്ട്. ബാക്കി ടയേഴ്സ് എങ്ങനെയുണ്ട്? ടയേഴ്സ് ബാക്ക് രണ്ടും പുത്തന്, ഫ്രണ്ട് രണ്ടിന് 80%. ഓക്കെ. എല്ലാം പാർട്ടി കൊണ്ടേഷൻ ചെയ്തതാ. അവർ വണ്ടി നോക്കുന്ന ആളാണ്. ഇപ്പോൾ എടുത്താൽ ജസ്റ്റ് ഒരു ജനറൽ സർവീസ് ചെയ്യാം, ഓടിക്കാം. ഒരു ഓയിൽ മാറ്റാൻ. ഓട്ടോ എത്ര പോയി? ഓട്ടോ 1.35. ഞാൻ കൊടുക്കുമ്പോൾ 24,000. ഒരു 10,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 1.5 കൊല്ലം കൊണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. 3,55,000 രൂപയ്ക്ക് ഫൈനൽ പ്രൈസ്. ഡീസൽ വീഡിയോ റെസ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അടുത്തത് നല്ലൊരു റെഡ് ബലെനോ KL 64 ചാലക്കുടി രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് പറഞ്ഞ മാതിരി 2018 വണ്ടി, 3ാമത്തെ ഓപ്ഷന്. AC പവർ സ്റ്റെയറിംഗ്, 4 ഡോർ പവറിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ, ബാക്ക് വൈപ്പർ, മിറർ ഫോൾഡിംഗ് എല്ലാം വരുന്ന വണ്ടിയാണ്. ടോപ്പിന്റെ താഴെ സീറ്റയാണ്. ഓക്കെ, ഡീസൽ വരുന്നുണ്ട്. ഡീസലാണ്. ഡീസൽ നല്ല മൈലേജ് ഉണ്ടാവും. ഹാച്ച് ബാക്ക് വാഹനമാണ്. പക്ഷേ ഈ ഷിഫ്റ്റ് ആയിട്ട് കുറച്ചുകൂടി സ്പേസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. നല്ല സ്പേസ്, ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടായിട്ട് ഓടിക്കാം. നമ്മൾ I20 പോളോ ലെവലിലൊക്കെ വരുന്ന അതിനോട് കോമ്പറ്റീറ്റ് ചെയ്യുന്ന മാരുതിയിലെ സെഗ്മെന്റ് ആണ് ബലെനോ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 18-20 റേഞ്ച് തന്നെ മൈലേജ് കിട്ടും. ഓക്കെ, അലോയ്സ് ഉണ്ടാവില്ല. ഫുള്ളിലേക്ക് വരുമ്പോൾ വലിയ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. ആ സ്ക്രീനും ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ മാറ്റേ ഉള്ളൂ. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? മേജർ അല്ല, ഒരു ഡോർ മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാറിയിട്ടില്ല. ഡോർ മാത്രം മാറിയതാ. ഹിസ്റ്ററി ഉണ്ടാവില്ല. ഹിസ്റ്ററി ഉണ്ട്. ഫസ്റ്റ് ഓണർഷിപ്പിൽ മാറിയാണ്. ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം? നമ്മളൊരു 6 ലക്ഷത്തിന് ഫൈനൽ ചെയ്ത് കൊടുക്കാം. ഓട്ടോ എത്ര പോയത്? 90,000. 6,50,000 ഡീസൽ സീറ്റ ബലെനോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. മോഡൽ 2018 അല്ലേ പറഞ്ഞാൽ? ഓക്കെ, 18. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോണ് നിലവിൽ ഇൻഷുറൻസ് വെച്ചൊരു 5 ലക്ഷം. നിലവിൽ ഇൻഷുറൻസ് IDV കുറവാണ്. IDV കൂട്ടിയെടുക്കാൻ നമുക്ക് 6 ലക്ഷം വരെ ചെയ്യാം. അല്ല, എത്ര ഇൻഷുറൻസ് എമൗണ്ട്? എത്ര? അപ്പോൾ 8 രൂപ 8,500 ലെവലിൽ വരും. 8,500. നിലവിൽ ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ 4.25 ലക്ഷം IDV ഉള്ളൂ. അത് വെച്ച് നമുക്ക് 5 ലക്ഷം വരെയൊക്കെ ലോൺ ആക്കാം. IDV മാക്സിമം കൂട്ടിയെടുക്കാൻ നോക്കാം. നമുക്ക് എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. തേർഡ് പാർട്ടി മാക്സിമം ഒഴിവാക്കാം. മാക്സിമം ഒഴിവാക്കാന്ന് വെച്ചാൽ പഴയ വണ്ടിക്ക് ചിലപ്പോൾ കിട്ടൂല. അതന്നെ, കാർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ മാക്സിമം
ഒരു ഫസ്റ്റ് ക്ലാസ് IDV കൂട്ടിയെടുക്കാം. അടുത്തത് ഒരു സെഡാൻ വാഹനമാണ്, ടൊയോട്ടയുടെ എറ്റിയോസ് ആണ്, ഡീസൽ വാഹനം, ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള VXT ടോപ്പ് എൻഡ് വണ്ടി, ഏറ്റവും ടോപ്പാണ്. രജിസ്ട്രേഷൻ എവിടെ? തൃശ്ശൂർ വണ്ടിയാണ്. പറഞ്ഞോളൂ എങ്ങനെയാ? ഇത് 2016 വണ്ടി, VXT വണ്ടിയാണ്. മേജർ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ പറയാം, എനിക്ക് തോന്നുന്നത് സിംഗിൾ ഓണർഷിപ്പ് എന്നാണ്. ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് സെക്കൻഡ് പറയുന്നത്. സെക്കൻഡോ ഫസ്റ്റോ ഓണർഷിപ്പ്, അതിന്റെ മേലെ എന്തായാലും പോയിട്ടില്ല. ഓക്കെ, സെക്കൻഡ് ആണ് പറയുന്നത്. ഇപ്പോൾ 2016 VXT ഏറ്റവും ടോപ്പിന്റെ ഡീസൽ വാഹനം. നല്ല മൈലേജ് ഉണ്ടാവും, നല്ല മൈലേജ്, അബവ് മൈലേജ് പ്രതീക്ഷിക്കാം. വളരെ ലോ മെയിൻ്റനൻസ് ആയിരിക്കും അല്ലേ? മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 10,000 ഇടുമ്പോൾ ഒരു മാക്സിമം ഒരു 3,000. കാരണം ഒരു 5 ലിറ്റർ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ കൊടുക്കുന്ന അൾട്ടീസ് ഉണ്ട്. നമ്മൾ 10,000 എടുക്കുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് തരുന്നതാ ഒരു മാക്സിമം ഒരു 3,000. 5 ലിറ്റർ ഓയിൽ ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും അത്രേ വരുന്നുള്ളൂ. അത് മാറ്റിയാൽ മതി, അത്രയേ ഉള്ളൂ മെയിൻ്റനൻസ്, വേറൊന്നും വരില്ല കാര്യമായിട്ട്. ഇതിപ്പോൾ എത്ര ഓട്ടം പോയി? ഓട്ടം 1.5. 1,50,000 ഓടിയ വാഹനമാണ്. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ല അല്ല? ഒന്നുമില്ല, നല്ല നീറ്റ് വണ്ടി. ഓക്കെ, എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്ന 6,40,000 ഒരു 6,400 ഫൈനൽ ചെയ്യാം. 2016 VXT ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 6,25,000 ഫൈനൽ റേറ്റ്. സമയത്ത് നമ്മൾ ഈ 16 വണ്ടി ലിവ GD ഉണ്ടല്ലോ, സാധാ ബേസ് മോഡല്, അത് നമുക്കിപ്പോൾ 2 വണ്ടി നമ്മൾ വിറ്റത് 580, 590 ആ ലെവലിലാണ്. ഡിമാൻഡാണ് ഈ സാധനത്തിനൊക്കെ. ടൊയോട്ടയുടെ ഒരു വില അതാണ്. നിങ്ങളെ പലരും കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത വിലയായിട്ട് തോന്നുന്നു. ഇല്ല, ഇതിപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്. ഇപ്പോൾ ഇത് പണ്ട് നമ്മൾ ടാക്സി വണ്ടി കാരണത്തിൽ ഈ പ്രൈവറ്റ് വണ്ടി 50 രൂപ താത്തേ കൊടുത്തിന്. ഇപ്പൊ ടാക്സി വണ്ടി പറഞ്ഞാൽ പ്രൈവറ്റിന്റെ മേലെ വെക്കണം, ഡിമാൻഡ് കൂടി. ഇപ്പൊ ടാക്സിക്കാർക്ക് കൂടിയുണ്ട്. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടി. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു റിഡ്സ് തന്നെയാണ്, VDI മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. എങ്ങനെ റിഡ്സിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി 2016 വണ്ടിയാണ്. അത് മലപ്പുറം വണ്ടി. ഈ 2016 ഏകദേശം ഒക്കെ റീവണ്ടി LDI വേരിയന്റ് ഉണ്ടല്ലേ, ഇത് VDI വേരിയന്റ് കൂടിയാണ്. അല്ല, പക്ക കേരള. അതെ, മലപ്പുറം വണ്ടി 2016 2ാം മാസം വണ്ടി. ഓക്കെ, ഓട്ടം എത്ര പോയി? ഓട്ടം 1.30 ഓടിയിട്ടുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം മേജർ ക്ലെയിമുകളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ഡീസൽ റേറ്റ്സ് തന്നെയാണ്. മൈലേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. ഇൻഷുറൻസ് കഴിഞ്ഞെടുക്കണം, നമുക്ക് പുതിയ കെട്ടിക്കൊടുക്കാം. ഫുള്ള് പെയിന്റിങ്ങും ടച്ചപ്പ് എല്ലാം കഴിഞ്ഞേക്കാണ്. ടച്ചപ്പ് പോളിഷ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞേക്കാണ്. ടയേഴ്സും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവറേജ് ഉണ്ട്. ആവറേജിന് മുകളിലുണ്ട്. എന്തായാലും ആവറേജ് അപ്പോൾ ഉണ്ട്. ഓക്കെ, എത്ര കൊടുക്കാം ഇത്? നമ്മൾ 4,400 ആസ്ക് ചെയ്യണേ. ഓക്കെ, 4,25,000 രൂപ ചോദ്യമാണ്. 2016 VDI റിഡ്സ് ആണ്. എത്രയാ ഫൈനലാണോ അതോ? ഫൈനൽ നമുക്കൊരു പണി ചെയ്യാം, ഒരു 4,10 ഫൈനൽ ചെയ്ത് കൊടുക്കാം. വേണ്ട, ഒരു 4 ലക്ഷത്തിന് റൗണ്ട് ലാസ്റ്റ് വണ്ടി കൊണ്ട് നമ്മളൊരു കടുംപിടുത്തം വേണ്ട. 4,16 റിഡ്സ് ആണ്. 4 ലക്ഷത്തിന് ഫൈനൽ നിങ്ങൾക്ക് എടുക്കാം. ഈ ഒരു ഡീസൽ വാഹനം മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. ലോണും ഏകദേശം 4ന്റെ അടുത്തില്ലെങ്കിൽ 3.5 4ന്റെ ഇടയിൽ നമുക്ക് കയറ്റി കൊടുക്കും. ഇടയിലായിട്ട് ഒരു 50,000 മിനിമം കണ്ടാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും അല്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. അപ്പോൾ കൂടുതൽ ഒരു ഡീസൽ വണ്ടികൾ നിങ്ങൾക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിക്കാം ധൈര്യമായിട്ട് അല്ലേ? സപ്പോൻ്റെ അടുത്ത് അധികവും ഡീസൽ വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടാവും. എല്ലാ ടൈപ്പ് ഡീസൽ വണ്ടികളും. ഇനിയിപ്പോൾ 4-5 വണ്ടികൾ നമ്മൾ വർക്ക്ഷോപ്പ് കിടക്കണേ. ഞാൻ പറഞ്ഞാൽ 2 ഹോണ്ട സിറ്റി, ഒരു 14 സൺറൂഫുള്ള വണ്ടി, 16 SV വേരിയന്റിലെ സിംഗിൾ ഓണർഷിപ്പ് ഒരു ഗ്രീൻ കളർ തന്നെ വണ്ടി, അതേപോലെ ഒരു 13 ഷിഫ്റ്റ്, 2 റെഡ് ഡിസൈൻ അല്ല മറ്റേ റിഡ്സ് പോലത്തെ 2 വണ്ടികൾ വേറെയും വരാണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടികൾ കൊടുക്കാം. എല്ലാം പോളിഷിങ് മറ്റേ ഡീറ്റെയിലിംഗ് പണിയിലാണ്. ഓക്കെ, നോക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ നമ്മൾ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കാർ വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ കാർ വിൽക്കാൻ സാധിക്കും. ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മേരാ കാസ് നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ സപ്പോന താങ്ക്സ്. എല്ലാവർക്കും കാണാം. അടുത്തൊരു വീഡിയോ കാണാം.